ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. സർക്കിട്ട് എന്ന സിനിമയാണ് കണ്ടത്. സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ പ്രവാസ ജീവിതത്തിലേക്ക് പോയിട്ടുള്ള ആൾക്കാരാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒപ്പം നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടായിരുന്ന കുറേ ആൾക്കാരെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന കുറേ സാഹചര്യങ്ങളുണ്ട്. കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയുമൊക്കെ പ്രവാസ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പെടുന്ന പെടാപ്പാടുകൾ അനുഭവിച്ച ഒരുപാട് പേർ. അങ്ങനെയുള്ള ഒരുപാട് മുഖങ്ങളെ ഇന്ന് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഓർക്കേണ്ടി വന്നു. ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല മനുഷ്യരെയും ഞാൻ പരിചയപ്പെട്ട സൗഹൃദങ്ങളെയും ഒക്കെ എനിക്ക് ഈ ഒരു സിനിമയിൽ ആദ്യത്തെ കുറേ പോർഷൻസ് കണ്ടപ്പോൾ ഓർമ്മ വന്നു. തെറ്റിദ്ധാരണകളും അവിടുത്തെ ഒരു പൊളിറ്റിക്സും അവിടുത്തെ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഏതൊക്കെ തരത്തിൽ ഓരോരുത്തരെയും ബാധിക്കുന്നുണ്ടെന്നുള്ളത് വളരെ ചെറിയ ഇൻസിഡൻറ്റുകളിലൂടെ, എന്നാൽ അത് ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തമാർ എന്ന സംവിധായകൻ ചെയ്തു വച്ചിരിക്കുന്ന ഒരു മൂവിയാണ് സർക്കിട്ട്. പ്രവാസ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിച്ച, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്, സാമ്പത്തിക ഭദ്രതയില്ലായ്മ കൊണ്ട് കഷ്ടപ്പെട്ട, ബുദ്ധിമുട്ടിയ ഒരുപാട് മനുഷ്യർ, അവരെ മുതലെടുക്കുന്ന വേറെ കുറേ മനുഷ്യർ, അങ്ങനെയുള്ള ഒരുപാട് ജീവിതങ്ങളെ കണ്ട കുറേ അനുഭവങ്ങൾ വളരെ കുറച്ച് ഇൻസിഡൻസിലൂടെ നമുക്ക് അത്രയും വലിയ അനുഭവങ്ങളെ ഓർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സിനിമ പ്രേക്ഷകരുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. സർക്കിട്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ പറയാതെ പറയുന്ന ഒരുപാട് കഷ്ടതകളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, മനുഷ്യരുടെ മാനസിക വ്യാപാരങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സിനിമയിൽ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു തിരക്കഥ തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സിമ്പിൾ, ബട്ട് അതിനകത്തുള്ള കണ്ടൻറ്റ് ഭയങ്കര ഡിഫറൻ്റാണ്. അതുപോലെ തന്നെ ഭയങ്കര സ്ട്രോങ് ആണ്. സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആസിഫ് അലി, ദീപക് പറമ്പോൾ, ദിവ്യപ്രഭ, ഒർഹാൻ ഹൈദർ, ആ കുട്ടി അവൻ്റെ പേരാണ് ഒർഹാൻ ഹൈദർ, സ്വാതിദാസ് പ്രഭു, അലക്സാണ്ടർ പ്രശാന്ത്, രമ്യ സുരേഷ്, അങ്ങനെ തുടങ്ങി അത്യാവശ്യം നല്ല താരനിരയുള്ള ഒരു സിനിമ. ഇദ്ദേഹത്തിൻ്റെ 1001 നുണകളാണ് ഞാൻ IFFK കണ്ടിരുന്നു. വളരെ മികച്ച ഗംഭീരമായിട്ടുള്ളൊരു സിനിമയായിരുന്നു. ആ സമയത്ത് ഒരുപാട് ചോദ്യോത്തര വേളയിൽ അദ്ദേഹത്തിൻ്റെ മറുപടികളും ഒക്കെ കേട്ടിരുന്നു. എനിവേ, ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളാണ് ബട്ട് പവർഫുള്ളാണ്. ADHD അനുഭവിക്കുന്ന ഒരു കുട്ടിയുടെ സ്വഭാവങ്ങളും അവൻ്റെ ശീലങ്ങളും ഒക്കെ ഒർഹാൻ ഹൈദർ എന്ന ആ കുട്ടിയിൽ ഗംഭീരമായിരുന്നു, ഭദ്രമായിരുന്നു. അവൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ ഈ ഒരു കൊച്ചു പ്രായത്തിൽ അവനത് അറിഞ്ഞു തന്നെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അവനൊരു ഗംഭീര ആക്ടറാണ്. ശരിക്കും പറഞ്ഞാൽ ആ കഥാപാത്രത്തിന് ആപ്റ്റായിട്ടുള്ളൊരു ഫേസും ആപ്റ്റായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡും ഒക്കെ ആ കുട്ടി ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തു എന്ന് വേണം ആദ്യം തന്നെ പറയാൻ. ഇനി ആസിഫ് അലിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ ചില സീനുകളിൽ കാണിക്കുന്ന ഇമോഷണൽ സംഭവങ്ങളുണ്ടല്ലോ, ഗംഭീരമാണ്. എൻ്റെ പൊന്നെണ്ണ, നിങ്ങളെങ്ങനെയാണ് മനുഷ്യ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സിമ്പിൾ ഏരിയാസിൽ കാണുന്ന പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് ചെറിയ നൊമ്പരം കുത്തിയിട്ട് കൊടുക്കുന്നത്. നിങ്ങളെ കണ്ണ് നിറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലൊരു വേദന ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് 1-2 ഏരിയകളിൽ പ്രവർത്തിക്കുന്നത്. ജോലിയില്ലാതെ ബുദ്ധിമുട്ടി നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മുറിയിൽ നിന്ന് ഒരു പൈസ കളഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ മോഷണം പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അയാൾ അകത്തേക്ക് വരുമ്പോൾ അയാളുടെ ഒരു ഇമോഷനുണ്ട്. ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുമ്പോൾ ഒരു ചായ ഓർഡർ ചെയ്യുന്ന സാഹചര്യത്തിൽ അയാളുടെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ട് വെക്കുന്ന ഒരു ഇക്കയുണ്ട്. ആ ഇക്കയും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു ചെറിയ സിമ്പിൾ ഡയലോഗിലൂടെ അയാൾ നമ്മളെ വേദനിപ്പിക്കും. അതേസമയത്ത് ആസിഫ് അലിയുടെ ഒരു പ്രകടനമുണ്ട്, മനോഹരം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എനിക്കൊരു വേർഡ്സ് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ മറ്റൊരു സാഹചര്യത്തിൽ ഒരാളെ കണ്ടിട്ട് വഴിമാറി പോകുന്ന ആസിഫ് അലിയുടെ ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിനെ കൂട്ടുകാരൻ വന്നൊന്ന് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവിടെ ഉണ്ടാകുന്ന അയാളുടെ ഒരു ഇമോഷൻ. ഗംഭീര പെർഫോമറാണ് ഈ മനുഷ്യൻ. അറിഞ്ഞു കണ്ട് നല്ല കഥാപാത്രങ്ങളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പെർഫോം ചെയ്യാൻ അറിയാമെന്ന് വീണ്ടും തെളിയിക്കുന്ന അടാറ് പെർഫോമൻസാണ് ഈ സിനിമയിൽ ഞാൻ കണ്ടത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദീപക് പറമ്പോൾ ക്യാരക്ടറിന് എന്താണോ ആവശ്യം ആ മീറ്റർ പിടിച്ച് പുള്ളിക്കാരൻ വൃത്തിയാമണം ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരനും ഇത്തരത്തിൽ നല്ല സിനിമകളുടെ ഭാഗമാവുന്നതിനകത്ത് വലിയ സന്തോഷം. അതേപോലെ തന്നെ ദീപപ്രഭ, പുള്ളിക്കാരിയുടെ പെർഫോമൻസ് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് പോർഷൻസിൽ ഇവർക്ക് എല്ലാവർക്കും ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ത്രൂ ഔട്ട് അമീറിൻ്റെ കഥാപാത്രത്തിന്, അതായത് ആസിഫ് അലി അവതരിപ്പിക്കുന്ന അമീർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് എന്താണ് ചെയ്യാനുള്ളത് അത് പാരലലി പറയുകയും അതിനൊപ്പം തന്നെ ജെഫ് എന്ന് പറയുന്ന ആ കുട്ടീൻ്റെ കഥയും പാരലലി പറഞ്ഞു പോവുകയാണ്. ഇവർ രണ്ടുപേരും വന്ന് കണക്ട് ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഏരിയ തൊട്ട് പിന്നീട് അങ്ങോട്ട് ചെറിയൊരു ത്രില്ലർ സ്വഭാവമുണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറം അവിടെ വർക്ക് ചെയ്യുന്നൊരു ഇമോഷനുണ്ട്. ആ ഇമോഷൻ എത്രത്തോളം ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യുന്നുള്ളത് ചുറ്റുമുള്ള ആൾക്കാരുടെ ഒരു നെടുവീർപ്പെടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളായിട്ട് പല ഏരിയാസിലൂടെ ആ കഥ പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ നിഷ്കളങ്കനായ ഒരു കുട്ടിയുടെയും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെയും രണ്ടുപേരുടെയും പീക്കായിട്ടുള്ള ഏരിയാസിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഓഡിയൻസായിട്ട് നമ്മളിങ്ങനെ നിസ്സഹായമായിട്ട് നോക്കിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. സിംപ്ലി ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ
ഒരു ചെറിയ പെയിൻ തന്ന് അതിനൊപ്പം തന്നെ ഒരു ചിരിയും നമുക്ക് സമ്മാനിച്ച് സിനിമ തീരും. അത്രയും ചെറിയൊരു കഥയാണ്. വളരെ സിമ്പിളായിട്ട് ഒരു നൈറ്റിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സംഭവം. ഇത് തന്നെയായിരുന്നു 1001 നുണകളിലും അദ്ദേഹം ട്രീറ്റ് ചെയ്തൊരു രീതി. അവിടെ ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഫാമിലിക്കുള്ളിൽ നടക്കുന്ന കുറേ സംഭവങ്ങളും ആ ഒരു ഏരിയയിൽ നടക്കുന്ന കുറേ ഇഷ്യൂസുമാണ് ആ സിനിമയിൽ. അതും ഒരു നൈറ്റ് വെളുക്കുമ്പോഴേക്കും കഥ തീരുന്നു. ഇവിടെയും അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ബട്ട് പെർഫോമൻസ് വൈസ് എല്ലാവരും നല്ല അടിപൊളിയാണ്. ഒറാനെ എനിക്കൊന്നും പറയാനില്ല. ഒറാൻ അടിപൊളി പെർഫോമറാണ്. ഒപ്പം ആസിഫ് അലി തകർത്താടിയിട്ടുണ്ട്. ഈ രണ്ട് പേരും സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് സിനിമ തുടങ്ങുന്നിടം തൊട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളും അവർക്കൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരു രീതി. ഗോവിന്ദ് വസന്തയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മനോഹരമായിട്ടുണ്ട്. ഏതൊക്കെ ഏരിയാസിൽ ആ സിനിമ എങ്ങനെ നമ്മളെ കണക്ട് ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തമറിൻ്റെ കയ്യിൽ എല്ലാം ഭദ്രമായിരുന്നു എന്ന് കാണിക്കുന്ന ആ ക്ലൈമാക്സ് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും നൈസായിട്ടുള്ള ഉത്തരം. സിമ്പിളായിട്ടുള്ളൊരു കഥയിലൂടെ ഓഡിയൻസിനെ കണക്ട് ചെയ്ത് അവരിലൂടെ തന്നെ ആ കാര്യങ്ങളെ സിമ്പിളായിട്ട് കൊണ്ടുപോയി അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ആ ഒരു മാജിക്ക് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംഗീത് പ്രതാപ്, നമ്മുടെ അമൽ ഡേവിസ്, പുള്ളിക്കാരനാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. മനോഹരമായിട്ട് ആ കാര്യവും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. കുറച്ച് VFX ഏരിയ ഒക്കെ ഉണ്ട്, അതൊക്കെ നൈസായിരുന്നു. സിംപ്ലി ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിലേക്ക് പോയിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് നൈസായിട്ടിരുന്ന് കണ്ട് അതിനകത്ത് കുറച്ച് ഇമോഷണലി കണക്ട് ചെയ്ത് അതിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് സർക്കിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രവാസ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഈ സിനിമയിൽ നൈസായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അവിടെ നടക്കുന്ന പൊളിറ്റിക്സ്, ഇല്ലാത്തവനെ മുതലെടുക്കാൻ നടക്കുന്ന പൊളിറ്റിക്സ്, അതുപോലെ തന്നെ എങ്ങനെയായാലും എനിക്ക് ജീവിച്ചാൽ മതി എന്നുള്ളവൻ്റെ പൊളിറ്റിക്സ്, ഇങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ജോലിയുടെ സമ്മർദ്ദങ്ങൾ ഒരാളെ ഏതൊക്കെ തരത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നോ എങ്ങനെയൊക്കെ കൊണ്ടെത്തിക്കുമെന്നോ ഒരു ഫാമിലിക്കുള്ളിൽ അത് എങ്ങനെയൊക്കെ കണക്റ്റ് ആവുന്നുണ്ടെന്നൊക്കെ ഉള്ളത് വളരെ ചെറിയ ഇൻസിഡൻസിലൂടെയാണ് കണക്ട് ചെയ്തുകൊണ്ടുള്ളത്. ഒരു വീടും കുറച്ച് സ്ഥലങ്ങളും മാത്രമായിട്ടുള്ളൊരു ലൊക്കേഷൻ ചെയ്യുന്നതുകൊണ്ട് ഇത്രയും മനോഹരമായിട്ട് സിനിമകൾ പറയാൻ പറ്റുമെന്ന് വീണ്ടും നമ്മുടെ ഡയറക്ടേഴ്സ് തെളിയിക്കുകയാണ്. സിംപ്ലി ഈ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ നെടുവീർപ്പിട്ട് ചെറുതായിട്ട് കണ്ടെന്ന് നനഞ്ഞ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുമെങ്കിൽ അതാണ് ഈ സിനിമ അർഹിക്കുന്ന ഏറ്റവും വലിയ വിജയം. അതിൽ താങ്ക് യു എന്ന് എഴുതി കാണിക്കുന്നൊരു സാധനമുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടിയപ്പോൾ തന്നെ ഈ ഒരു സിനിമ എൻ്റെ മനസ്സ് ഫുൾഫിൽ ചെയ്തു എന്ന് വേണം പറയാൻ. അത്രയും മനോഹരമായിട്ട് സിമ്പിളായിട്ട് എല്ലാം നമ്മളിലൂടെ തന്നെ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഒരു കൈക്കൊരു പിടുത്തമുണ്ട്. ആ പിടുത്തം ശരിക്കും ഒരു വല്ലാത്തൊരു പിടുത്തമാണ്. ആ പിടുത്തം ഒരിക്കൽ മുറിഞ്ഞു മാറുമ്പോൾ ഉണ്ടാകുന്നൊരു പെയിനുണ്ട്. ആ കൈ അവൻ പിടിച്ച് ചേർക്കാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പിടുത്തം. പക്ഷേ ലൈഫിൽ അവനത് കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു പെയിൻ അവൻ്റെ മുഖത്തുമുണ്ട്. ഒടുവിൽ അവർ രണ്ടുപേരും മാറിപ്പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. വളരെ കുറച്ച് മണിക്കൂറുകളുണ്ട് ഒരാളുമായിട്ട് ഇത്രയും കണക്റ്റ് ആവാൻ ഒരാൾക്ക് കഴിയുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. എന്നാൽ ലോജിക്കലി കുറേ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്രയും നീട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പലരും ചോദിക്കും. പക്ഷേ ആ സാഹചര്യങ്ങളെ നമ്മൾ കണക്കിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ അയാൾ ചെയ്തത്, ഇങ്ങനെയും മനുഷ്യരുണ്ട് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ മനോഹരമായിട്ട് കാര്യങ്ങൾ നീട്ടിയിട്ടുണ്ട്. സോ കൂടുതലൊന്നും പറയാനില്ല. സിനിമ നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ചെറിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തിയേറ്ററിലേക്ക് പോവുക. തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു ചെറിയ സന്തോഷം ഉണ്ടല്ലോ, ഒരു മനോഹാരിത ഉണ്ടല്ലോ. നല്ലൊരു സിനിമ കണ്ട ആ മനോഹാരിത ആ ഗംഭീരമായിട്ടുള്ള തിരക്കഥയിലൂടെ ഡയറക്റ്റ് ചെയ്ത് തമർ അതിനെ ഗംഭീരമാക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സോ കൂടുതലൊന്നും പറയാനില്ല. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. ഇൻഷോട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. ഒരു ഫീൽ ഗുഡ് സിനിമയ്ക്ക് വേണ്ട എല്ലാ ഏരിയാസിലും വളരെ മനോഹരമായിട്ട് കൈകടത്തി സിമ്പിളായിട്ട് നമ്മളിലൂടെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും